സുഖമാണല്ലോ എല്ലാവർക്കും അല്ലേ? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സിൻ്റെ എങ്ങനെ 4 ക്വാഡ്രന്റിൽ എങ്ങനെ ഒരു പോയിന്റ് പ്രൊജക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പഠിച്ചു. അതിൻ്റെ കുറച്ച് അസൈൻമെൻ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുറച്ച് ആൾക്കാരൊക്കെ അയച്ചിട്ടുണ്ട്, കുറച്ച് ആൾക്കാർ അയച്ചിട്ടില്ല. അപ്പോൾ അയക്കാത്ത ആൾക്കാരൊന്ന് അയക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ അടുത്തൊരു ചാപ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണ്, പ്രൊജക്ഷൻ ഓഫ് ലൈൻസ്. നേരത്തെ നമ്മൾ പറഞ്ഞു പ്രൊജക്ഷൻ ഓഫ് പോയിന്റിൻ്റെ അതേ മെത്തേഡ് തന്നെയാണ്, അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് എന്ന് പറയുന്നത്. ആ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ് മനസ്സിലായാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രൊജക്ഷൻ ഓഫ് ലൈൻസിനെ കുറിച്ച് എന്താണ് ഒരു ലൈൻ, നേരത്തെ നമ്മൾ പറഞ്ഞത് ഒരു പോയിന്റ് പ്രൊജക്ട് ചെയ്താൽ എങ്ങനെ നമ്മൾ അതിൻ്റെ ടോപ്പ് വ്യൂവും അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് വ്യൂവും വരയ്ക്കുന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ലൈൻസ് എന്താണ്, ലൈൻസ് എന്നുള്ള കഴിഞ്ഞ ദിവസം നമ്മൾ ലൈനിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ലൈൻസിനെ കുറിച്ച് പഠിച്ചായിരുന്നു. എന്തായിരുന്നു ലൈൻസ് എന്ന് പറഞ്ഞാൽ? സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എ സ്ട്രെയിറ്റ് ലൈൻ മേ ബി ഡിഫൈൻഡ് ആസ് ദ ലോക്കസ് ഓഫ് എ പോയിന്റ് മൂവിങ് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ. അതായത് ഒരു പോയിന്റ് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതിന് അത് നമുക്ക് വേണമെന്ന് പറയാം സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയാം. പക്ഷെ നമ്മൾ പഠിച്ചത് കുറച്ചുകൂടെ സിംപ്ലിഫൈ ആയിട്ടാണ് പഠിച്ചത് അല്ലേ? എങ്ങനെയായിരുന്നു പഠിച്ചത്? ഇറ്റ് ക്യാൻ ആൾസോ ഡിഫൈൻഡ് ആസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു പോയിന്റ്സ്. അതായത് രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഏറ്റവും ചുരുങ്ങിയ ഡിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്. അതായത് രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള ഏറ്റവും ചുരുങ്ങിയ ദൂരത്തിന്, ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി അതിന്റെ പ്രൊജക്ഷൻ എങ്ങനെയൊക്കെ വരുന്നുള്ളത് നോക്കാം. അപ്പോൾ എ ലൈൻ മേ ബി പ്ലേസ്ഡ് ഇൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു എച്ച് പി, വി പി ആൻഡ് പി പി. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു ലൈനിന്റെ പൊസിഷൻ നമുക്ക് പറയുമ്പോൾ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പോയിന്റിന്റെ പ്രൊജക്ഷൻ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിരുന്നു ഇൻ ഫ്രണ്ട് ഓഫ് വി പി എബോവ് എച്ച് പി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോ ക്വാഡ്രന്റിലും ഓരോ പോയിന്റ് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ? അല്ലെങ്കിൽ ബിഹൈൻഡ് വി പി എബോവ് എച്ച് പി, അല്ലെങ്കിൽ ബിഹൈൻഡ് വി പി ബിലോ എച്ച് പി, അല്ലെങ്കിൽ ബിലോ എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി, ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോ ക്വാഡ്രന്റിനെ കുറിച്ച് നമ്മൾ ഓരോ പോയിന്റിനെ പറയാൻ വേണ്ടി നമ്മൾ പഠിച്ചു. എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ലൈൻസിന്റെ നമ്മൾ പറയുമ്പോൾ നമുക്ക് അതിനെ പല രീതിയിൽ, അതായത് ഇൻഫിനിറ്റ് നമ്പർ ആയിട്ട്, ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ അറ്റമില്ലാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ഏതിനെ ബന്ധപ്പെടുത്തിയിട്ട് എച്ച് പിനെയും വി പിനെയും പി പിനെയും ഒക്കെ ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ആ ലൈനിന്റെ പൊസിഷൻ എവിടെയാന്നുള്ളത് നമുക്ക് അറ്റമില്ലാത്ത രീതിയിൽ നമുക്ക് പറയാം അല്ലേ? അപ്പൊ എന്ന് പറഞ്ഞ പോലെ തന്നെ സാധാരണയായിട്ട് ഇങ്ങനെ പറയാമെങ്കിലും സാധാരണയായിട്ട് നമ്മൾ കുറച്ച് ഒരു 4-5 രീതിയിലാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. അതിന്റെ ഇംഗ്ലീഷ് ചെരിവുകളെ ബേസ് ചെയ്തിട്ട് എങ്ങോട്ട് ചെരിഞ്ഞിരിക്കുന്നു എന്നുള്ള ബേസ് ചെയ്തിട്ട് ഒരു ക്വാഡ്രന്റിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അത് ആ ലൈൻ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഒരു 4-5 രീതിയിലാണ് പറയാം. അപ്പൊ ഓരോന്ന് എന്താ നോക്കാം നമുക്ക്. അപ്പൊ ഒന്നാമത്തെയാണ് പറയാം ലൈൻ പാരലൽ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി. അതായത് ഒരു ലൈന് എച്ച് പിക്കും വി പിക്കും പാരലൽ ആയിരിക്കും. എന്താ പാരലൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ, അതായത് ആ പ്ലെയിൻ അങ്ങനെ നീട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ ആ ലൈൻ നമ്മൾ നീട്ടി വരച്ചുകൊണ്ട് ഒരു കാരണവശാലും ഇത് തമ്മിൽ എന്ത് ചെയ്യില്ല, ഈ പ്ലെയിനും ഈ ലൈനും തമ്മിൽ ഒരു കാരണവശാലും കൂട്ടിമുട്ടില്ല. അങ്ങനെ പോകുന്ന ലൈനുകളെ അല്ലെങ്കിൽ പ്ലെയിനുകളെ പറയുന്ന പേരാണ് എന്ത്, പാരലൽ എന്ന് പറയാം ഇല്ലേ? പാരലൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ എച്ച് പിക്കും വി പിക്കും പാരലൽ ആയിട്ടിരിക്കുന്ന ഇതെന്താ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഇപ്പൊ ഇത് കണ്ടാലും ഞെട്ടണ്ട, നമുക്ക് ഇത് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ലൈൻ പെർപെൻഡിക്കുലർ ടു വൺ ഓഫ് ദ റെഫറൻസ് പ്ലെയിൻ. അതായത് ഏതെങ്കിലും ഒരു പ്ലെയിനിന് ഈ ലൈൻ പെർപെൻഡിക്കുലർ ആയിരിക്കും. എന്താ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ, അതായത് 90 ഡിഗ്രി ആയി ഇരിക്കുക. അതായത് ആ പ്ലെയിനിലേക്ക് ഈ ലൈൻ ടച്ച് ചെയ്യുമ്പോൾ അതിന്റെ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആവുക. അതിനാണ് നമ്മൾ പെർപെൻഡിക്കുലർ എന്ന് പറയുക. ആ പ്ലെയിനുമായിട്ട് നിൽക്കുമ്പോൾ അത് എന്തായിരിക്കും, 90 ഡിഗ്രി ആംഗിൾ ആയിരിക്കും അത് ഉണ്ടാക്കുക. അതിനാണ് പെർപെൻഡിക്കുലർ നമ്മൾ സാധാരണയായിട്ട് പറയും. അപ്പൊ പെർപെൻഡിക്കുലർ, അപ്പൊ എങ്ങനെയൊക്കെ രണ്ട് കണ്ടീഷൻ ഉണ്ട് പെർപെൻഡിക്കുലർ ആവുന്നതിന്. ഒന്ന്, എ ലൈൻ പെർപെൻഡിക്കുലർ ടു വി പി, വി പിക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കുക, അതിന്റെ ഒപ്പം പാരലായിട്ട് എച്ച് പിക്ക് പാരലായിട്ട് ഇരിക്കുക. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എച്ച് പിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഇരിക്കുക, അതേപോലെ വി പിക്ക് പാരലായിട്ട് ഇരിക്കുക. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ കണ്ടീഷനാണ് ലൈൻ ഇൻക്ലൈൻഡ് ടു എച്ച് പി ബട്ട് പാരലൽ ടു പി. അതായത് എച്ച് പിക്ക് ഇൻക്ലൈൻഡ് ആയിരിക്കും. ഇൻക്ലൈൻഡ് എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞിരിക്കുക, അതിനാണ് ഇൻക്ലൈൻഡ് എന്ന് പറയുന്നത്, ചെരിഞ്ഞിരിക്കുക. എച്ച് പി എന്നുള്ള പ്രതലത്തിനെ ബേസ് ചെയ്ത് നിൽക്കുമ്പോൾ ലൈൻ ചെരിഞ്ഞിരിക്കുന്നതായിട്ടും, അതേസമയം വി പി എന്നുള്ള പ്രതലത്തിൽ നോക്കുന്ന സമയത്ത് ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് രണ്ടും പാരലൽ ആയിട്ടിരിക്കുന്ന രീതിയിലിരിക്കുക. ഇനി നാലാമത്തെ കണ്ടീഷൻ ലൈൻ ഇൻക്ലൈൻഡ് ടു വി പി ബട്ട് പാരലൽ ടു എച്ച് പി. നേരത്തെ നമ്മൾ പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്. അതായത് വി പിക്ക് നോക്കുമ്പോൾ ഇൻക്ലൈൻഡ് ആയിട്ടിരിക്കുക, അത് ചെരിഞ്ഞിരിക്കുക. വി പിയിലേക്ക് ബേസ് ചെയ്ത് നോക്കുമ്പോൾ ചെരിഞ്ഞിരിക്കുക. അതേസമയം എച്ച് പിയിലേക്ക് നോക്കുമ്പോൾ അത് പാരലൽ ആയിട്ടിരിക്കുക. ഇനി അഞ്ചാമത്തെ കണ്ടീഷൻ
ലൈൻ ഇൻക്ലൈൻഡ് ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി. വി പിക്കും എച്ച് പിക്കും ബേസ് ചെയ്ത് നോക്കുമ്പോൾ രണ്ട് രീതിയിലും ഇൻക്ലൈൻഡ് ആയിട്ടിരിക്കുക, അങ്ങനെ ഒരു കണ്ടീഷൻ. അപ്പൊ നമുക്ക് നമ്മുടെ സിലബസ് അനുസരിച്ച് പഠിക്കാനുള്ള നാല് കണ്ടീഷനിൽ ലൈൻ വരുമ്പോഴുള്ള പ്രൊജക്ഷൻസ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഈ ലൈൻ ഇൻക്ലൈൻഡ് എന്ന് ബോത്ത് എച്ച് പി എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ലൈനാണ്. പക്ഷെ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതെല്ലാം വളരെ സിമ്പിൾ ആണ്. അതുകൊണ്ട് ഈ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് പഠിക്കുമ്പോൾ നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണം. അല്ലാതെ കാണാപ്പാടം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഒരിക്കലും നമുക്കിത് വരയ്ക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സിൽ ഈ സാധനം തെളിഞ്ഞു വരണം. ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ പറഞ്ഞൊരു പോയിന്റ് ആണ്, നമ്മുടെ ഒരു പിക്ചർ കാണുന്ന സമയത്ത് അത് എന്താണ് എന്ന് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ മൈൻഡിൽ ഒരു ഇമാജിനറി ഇത് വരണം, ഉണ്ടായി വരണം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒന്നാമത്തെ നോക്കാം, ലൈൻ പാരലൽ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ഒരു ഒരു ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, എ ലൈൻ എ ബി not 40 mm long is parallel to HP and VP. The point A is 20 mm above HP and 10 mm in front of VP. Draw its projections. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ട് ഇതിന്റെ കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞു നമ്മളോട്. എന്താണ് കണ്ടീഷൻ? പാരലൽ ടു എച്ച് പി ആൻഡ് വി പി, അതായത് വി പിക്കും എച്ച് പിക്കും പാരലൽ ആണ്. ലൈനിന്റെ ലെങ്ത് എത്രയാണ്? 40 mm ആണ്. കഴിഞ്ഞ പോയിന്റിന്റെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ അതിന്റെ അളവ് പറഞ്ഞില്ല, കാരണം പോയിന്റ് എന്താണ്, ഒരു ഡയമെൻഷൻലെസ് ആണ് അല്ലെ. അപ്പൊ ലെങ്ത് ഇതൊന്നും വിഡ്ത്തൊന്നും ഇല്ലാത്തൊരു സാധനമാണ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്തുണ്ട്? ലെങ്ത് ഉണ്ട്. അപ്പൊ ആ ലെങ്ത് ആണ് പറഞ്ഞിരിക്കുന്നത് 40 mm എന്നുള്ളത്. അതുപോലെ ഈ പോയിന്റ് എ എന്നുള്ളത് 20 mm എബോവ് എച്ച് പിയിലാണ്, 10 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്. അപ്പൊ ഇത് ഏത് ക്വാഡ്രന്റിലായിരിക്കും? എബോവ് എച്ച് പിയും ഇൻ ഫ്രണ്ട് ഓഫ് വി പി. നമ്മൾ പോയിന്റ് പഠിച്ചാണ്, ഈ രണ്ട് വേർഡുകൾ വന്നാൽ ഏത് ക്വാഡ്രന്റിലായിരിക്കും? അതെ, അത് ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും, എബോവ് എച്ച് പിയും ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അപ്പൊ നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് ഇരിക്കുന്നത് വരച്ചു നോക്കാം നമുക്ക്. അപ്പൊ ഞാൻ ഈ ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രം ഇപ്പൊ വരച്ചുകൊണ്ട് ഇതിന്റെ അടിയിലേക്ക് ക്വാഡ്രന്റ് ഇടാം. അതായത് ഈ ഭാഗം ഏത് ക്വാഡ്രന്റാ? ഫോർത്ത് ക്വാഡ്രന്റ് വരും, ഇവിടെ സെക്കൻഡ്, ഇവിടെ തേർഡ്, ഇങ്ങനെ ക്വാഡ്രന്റ് വരും. ഞാൻ അതൊന്നും വരച്ചിട്ടില്ല, ഞാൻ ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രമാണ് വരച്ചേക്കുന്നത്. അപ്പോൾ അതിലുള്ള വി പി വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും ഞാൻ വരച്ചു കഴിഞ്ഞു. അപ്പൊ ഇതിനകത്ത് ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ? എ പോയിന്റ് എ ഈസ് 20 mm എബോവ് എച്ച് പി. 20 mm, അതായത് എച്ച് പിയിൽ നിന്ന് 20 mm മുകളിൽ. നോക്കാം, 20 mm പോയിന്റ് എ ബി എന്നുള്ള ലൈനിന്റെ എ എന്നുള്ള പോയിന്റ് എച്ച് പിയുടെ 20 mm മുകളിലാണ്. എച്ച് പി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതിന്റെ 20 mm മുകളിൽ. ഓക്കെ, അപ്പൊ 20 mm മുകളിലാണ് എ എന്നുള്ള പോയിന്റ്. 20 mm ബിയോ 10 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി, അതായത് 10 mm, അതായത് ഈ വി പിയിൽ നിന്ന് മുന്നോട്ട് 10 mm ആണ് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ഈ ബിയുടെ ഹൈറ്റ് എത്രയായിരിക്കും? എച്ച് പി നിന്ന് ബിയുടെ ഹൈറ്റ് എത്രയായിരിക്കും? എത്രയായിരിക്കും? 20 തന്നെയായിരിക്കും. കാരണം എന്താ പറഞ്ഞേക്കണേ? പാരലാന്ന് പറഞ്ഞാണ്, എച്ച് പിക്ക് പാരലാന്നാണ്. ഇവിടെ നോക്കി കണ്ടീഷൻ കൊടുത്തിട്ടുണ്ടോ? പാരലൽ ടു എച്ച് പി, അതായത് എച്ച് പിക്ക് പാരലാണ്. അപ്പൊ ഇവിടെ 20 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കണം? നിർബന്ധമായിട്ട് 20 ആയിരിക്കണം, എന്നാലേ പാരലാവുള്ളൂ. ഇവിടെ വേറൊരു അളവാണെങ്കിൽ അതിനെന്താ പേര് പറയാ? അതിന് പറയുകയാണ് ഇൻക്ലൈൻഡ് എന്ന് പറയാം. ഇൻക്ലൈൻഡ്, ചെരിഞ്ഞിരിക്കുക. അപ്പൊ നമ്മൾ എത്ര ഡിഗ്രിയാണ് ചെരിഞ്ഞിരിക്കുന്നതൊക്കെ പറയേണ്ടി വരും. അപ്പൊ ഇവിടെ നമുക്ക് അതൊന്നുമില്ല, പാരലാണെന്ന് പറഞ്ഞു. പാരൽ എന്ന് പറഞ്ഞാൽ ഈ പ്ലെയിനെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോവാണ്, ഞാൻ ഇങ്ങോട്ട് നീട്ടിക്കൊണ്ടുപോവാണ്. അതുപോലെ ഈ ലൈനും നീട്ടിക്കൊണ്ടുപോയാലും എത്രത്തോളം നീട്ടിക്കൊണ്ടുപോയത് തമ്മിൽ എന്ത് ചെയ്യില്ല? ഒരു കാരണവശാലും കൂട്ടിമുട്ടില്ല. അപ്പൊ എന്തായി? ഈ എച്ച് പി എന്നുള്ള പ്ലെയിന് ഏത് പാരലായി? എ ബി എന്നുള്ള ലൈന് പാരലായി. അതായത് രണ്ടിന്റെ ഈ പോയിന്റിൽ ഏത് പോയിന്റിൽ നിന്ന് അളന്ന് നോക്കിയാലും ഒരേ തുല്യ ദൂരമായിരിക്കും. എ എന്നുള്ള പോയിന്റിൽ നിന്ന് ഈ താഴെ വരയ്ക്കും, അതുപോലെ ബി എന്നുള്ള പോയിന്റിൽ നിന്ന് ഈ എച്ച് പി എന്ന പ്ലെയിനിലേക്ക് അളന്ന് നോക്കിയാലും എത്ര mm ആയിരിക്കും ലെങ്ത് ഉണ്ടാവേണ്ടത്? 20 mm ആയിരിക്കും ലെങ്ത് ഉണ്ടാവേണ്ടത്. അപ്പൊ നമ്മൾ ഈ പോയിന്റ്, ഈ ലെങ്ത്, അതായത് ഈ എച്ച് പി എന്നുള്ള പ്ലെയിനിൽ നിന്ന് ഈ പോയിന്റ് വരയ്ക്കുക, അല്ലെങ്കിൽ ഈ ലൈൻ വരയ്ക്കുക. എത്രയാണ് ഹൈറ്റ് എന്ന് പറഞ്ഞേക്കണേ? 20 mm ആണ് പറഞ്ഞേക്കണേ. അപ്പൊ എ എന്നുള്ള പോയിന്റ് ഹൈറ്റേ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇവിടെ എച്ച് പിക്ക് പാരലാന്ന് പറയുന്നതുകൊണ്ട് അപ്പൊ ഇത് രണ്ട് പോയിന്റിലും ഒരേ ഹൈറ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കണം. ഇനി അടുത്ത് എന്താ പറഞ്ഞേക്കണേ? 10 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി, അതായത് 10 mm ഫ്രണ്ട്, ഈ വി പിയിൽ നിന്ന് 10 mm മുന്നോട്ടാണ്. വി പിയിൽ നിന്ന് 10 mm മുന്നോട്ടാണ്. ഏത് പോയിന്റ്? എ എന്നുള്ള പോയിന്റ്. എ എന്നുള്ള പോയിന്റ് 10 mm മുന്നോട്ടാണെന്ന് പറഞ്ഞത്. അപ്പൊ ബി എന്നുള്ള പോയിന്റോ? വീണ്ടും നമ്മുടെ കണ്ടീഷനിലേക്ക് വരാം. പാരലൽ ടു എച്ച് പി ആൻഡ് വി പി, അതായത് വി പിക്കും ഇത് പാരലാണ്. അതായത് ഈ വി പി എന്നുള്ള പ്ലെയിൻ എങ്ങനെ നീട്ടിക്കൊണ്ടുപോവുകയും ഈ എ ബി എന്നുള്ള ലൈനെ നീട്ടിക്കൊണ്ടുപോവുകയും ചെയ്താൽ ഇത് തമ്മിൽ എന്ത് ചെയ്യില്ല? ഇന്റർസെക്ട് ചെയ്യില്ല, കൂട്ടിമുട്ടില്ല. ഏത്? ഈ വി പി എന്നുള്ള പ്ലെയിനും എ ബി എന്നുള്ള ലൈനും. അപ്പൊ ഇവിടെ 10 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കണം? ഈ ഡിസ്റ്റൻസ് ആണ് പറയുന്നത്. അതായത് വി പിയും ഈ ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 10 mm എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഈ എ എന്നുള്ള ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കണം? ഈ പ്ലെയിനിൽ നിന്ന് 10 mm തന്നെ ആയിരിക്കണം. അപ്പൊ അത് തന്നെയായിരിക്കണം ബി എന്നുള്ള ഈ പ്ലെയിനിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ്. ഇപ്പൊ ക്ലിയർ ആയോ? അപ്പൊ ലൈൻ എങ്ങനെയാ കിടക്കണേന്ന് മനസ്സിലായോ? ലൈൻ എങ്ങനെയാ കിടക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് വി പിക്കും എച്ച് പിക്കും പാരലൽ എന്ന് പറയുമ്പോൾ ഈ രീതിയിലാണ് ലൈൻ കിടക്കുക. ഇതാണ് നമ്മുടെ മനസ്സിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരേണ്ടത്.
അതായത് പാരലൽ ടു എച്ച് പി ആൻഡ് വി പി എന്ന് പറയുമ്പോൾ ഈ ഫിഗർ നമ്മുടെ മനസ്സിൽ ഓടി വരണം, എങ്ങനെയാണ് ലൈൻ കിടക്കുക എന്നുള്ളത്. എച്ച് പിക്ക് നേരെ അതുപോലെ വി പിക്കും നേരെ, രണ്ടും തമ്മിൽ കൂട്ടിമുട്ടില്ല ഒരു കാരണവശാലും, എത്രത്തോളം നീട്ടിയാലും കൂട്ടിമുട്ടില്ല. അപ്പൊ എബോവ് എച്ച് പി 20 mm മുകളിലും ഈ വി പിയിൽ നിന്ന് 10 mm ഫ്രണ്ടിലും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പോയിന്റിന്റെ പ്രൊജക്ഷൻ പഠിച്ച അതേപോലെ തന്നെ എന്താ ചെയ്യേണ്ടത്? ഫ്രണ്ട് വ്യൂ എവിടുന്നാ നോക്കണ്ടേ? ഇതാ ഇവിടെ നിന്നിട്ട് ഫ്രണ്ട് വ്യൂ നോക്കി. ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ എന്ത് കാണും? ഈ എ എന്നുള്ള പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് പ്രൊജക്ടേഴ്സ് വരയ്ക്കണം, ബി എന്നുള്ള പോയിന്റിൽ നിന്ന് നമുക്ക് പ്രൊജക്ടേഴ്സ് വരയ്ക്കണം അല്ലേ? അപ്പൊ നമ്മൾ പ്രൊജക്ടേഴ്സ് വരച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 പോയിന്റ് കിട്ടി. ആ പോയിന്റിന് നമ്മൾ എന്തെങ്ങനെയാ പറഞ്ഞേ? ഫ്രണ്ട് വ്യൂവിന്റെ പോയിന്റിന് ഏതാ പറഞ്ഞേ? ഡാഷ് ചേർക്കുന്നു പറഞ്ഞു. ഇതിന്റെ കൊടുത്തിരിക്കുന്ന ലെറ്ററിന്റെ ആ ലെറ്റർ സ്മോൾ ലെറ്റർ പ്ലസ് ഒരു ഡാഷ്, അപ്പൊ എ ഡാഷ് നമുക്കിവിടെ പോയിന്റ് കിട്ടി. അടുത്തത് ബി എന്നുള്ള പോയിന്റ് നമ്മൾ പ്രൊജക്ടേഴ്സ് വരച്ചപ്പോൾ ഇവിടെ ആ ലൈൻ ഇവിടെ കിട്ടി. ആ ലൈൻ ഇവിടെ കിട്ടുമ്പോൾ ആ പോയിന്റ് എന്ത് കൊടുക്കണം? ബി എന്നുള്ളതിന് പകരം ബി സ്മോൾ ലെറ്റർ ബിയും പ്ലസ് ഒരു ഡാഷും. അപ്പൊ ഫ്രണ്ട് വ്യൂ കിട്ടി. അപ്പൊ നമ്മൾ ഇതിനെ എന്ത് ചെയ്തു? ഇതിനെ ഈ ലൈനിന് യോജിപ്പിച്ചു. അപ്പൊ ഈ ലൈനാണ് വി പി എന്നുള്ള പ്ലെയിനിൽ നമുക്ക് കിട്ടിയ ഇതിന്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടുന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ ലൈനിൽ നോക്കുമ്പോൾ ഇത് എന്താണോ കാണുന്നത് അത് എവിടെ വരച്ചേക്കുന്നത്? ഈ വി പി എന്നുള്ള സ്ഥലത്ത് നമ്മൾ വരച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഇതിന്റെ ലെങ്ത് എത്രയായിരിക്കും? ഈ എ ബി എന്നുള്ള ലൈനിന്റെ പ്രൊജക്ഷൻ ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ അതിന്റെ ലെങ്ത് എത്രയായിരിക്കും? അതിന്റെ ലെങ്ത് ഈ 40 തന്നെയായിരിക്കും അല്ലെ? കാരണം നമുക്ക് ഇത് ചെരിഞ്ഞിട്ടല്ല, നേരെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ വരയ്ക്കുന്ന ലൈനും ഒരേ രേഖയിലാണ്, അതായത് ഒരേ വലുപ്പത്തിലാണ്. അപ്പൊ ഇവിടെ കിട്ടുന്ന എ ഡാഷ് ബി ഡാഷ് എന്നുള്ള ഈ ലൈനും ഏതിന്റെ വലുപ്പം തന്നെയായിരിക്കും? എ ബി എന്നുള്ള വലുപ്പം തന്നെയായിരിക്കും. അപ്പൊ അത് എത്രയാണ് വലുപ്പം? 40 mm ആണ് അതിന്റെ വലുപ്പം. അപ്പൊ എ ബി എന്നുള്ള ലൈനിന്റെ എത്രയെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ 40 mm ആണ് ഇവിടെ ലെങ്ത് പറഞ്ഞത്. അപ്പൊ അതേ വലുപ്പം തന്നെയാണ് ഏതിനുള്ളത്? എ ബി ഡാഷിനുള്ള ലെങ്ത് എന്ന് പറയുന്നത്. എവിടുന്ന നമ്മൾ നോക്കി? ഇവിടുന്ന്. ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നോക്കുന്നതാണ്. ഇത്രയും ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? ഇനി അടുത്തെന്താ നമ്മൾ നോക്കണ്ടേ? ഇതിന്റെ ടോപ്പ് വ്യൂ, അതായത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ ലൈൻ എങ്ങനെ കിട്ടുന്നുള്ളത്. അത് ഏത് പ്ലെയിനിലേക്കാണ് നമുക്ക് കിട്ടുക? എച്ച് പി എന്നുള്ള പ്ലെയിനിലേക്ക് നോക്കാം. അപ്പൊ എച്ച് പി എന്നുള്ള പ്ലെയിനിലേക്ക് ഞാൻ മുകളിൽ നിന്ന് നോക്കി. അപ്പൊ ഞാൻ എന്ത് ഇവിടേക്ക് മുകളിൽ നിന്ന് താഴേക്ക് പ്രൊജക്ടേഴ്സ് വരച്ചു. ഈ താഴേക്ക് പ്രൊജക്ടേഴ്സ് വരച്ചു. അപ്പൊ അവിടെ നമുക്ക് ഈ ടോപ്പ് വ്യൂവിന് നമ്മൾ കൊടുക്കുന്ന പേരെന്തായിരുന്നു? ഏതാണോ പോയിന്റിൽ നമ്മൾ പഠിച്ചാണ്, ഏതാണോ ലെറ്റർ അതിന്റെ സ്മോൾ ലെറ്റർ അല്ലെ? ടോപ്പ് വ്യൂവിന് കൊടുക്കുന്ന പേര് അല്ലെങ്കിൽ പ്ലാൻ വ്യൂവിന് കൊടുക്കുന്ന പേര് ഏതാണോ ലെറ്റർ അതിന്റെ സ്മോൾ ലെറ്റർ. അപ്പൊ ഇവിടുത്തെ ലെറ്റർ എ ആണ്, അതിന് ഇവിടെ നമ്മൾ സ്മോൾ എ കൊടുത്തു. ഇവിടുത്തെ ബി ആണ്, അതിന് സ്മോൾ ബി കൊടുത്തു. ഈ പോയിന്റുകൾ തമ്മിൽ അപ്പൊ ഇതിന്റെ ലെങ്ത് ഏത് തന്നെയായിരിക്കും? എ ബി എന്നുള്ള അതേ ആ ലൈനിന്റെ അതേ ലെങ്ത് തന്നെയായിരിക്കും ഏതിനും? ടോപ്പ് വ്യൂവിനും നമുക്ക് കിട്ടുക. അപ്പോ എച്ച് പിക്കും വി പിക്കും പാരലാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? രണ്ടും, അതായത് ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും ഒരേ ലെങ്ത്തിൽ കിട്ടും. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഈ എ ബിയുടെ ലെങ്ത്തിന് നമ്മൾ പേരാണ് ട്രൂ ലെങ്ത് എന്ന് പറഞ്ഞത്. ഒറിജിനൽ ലെങ്ത്, അതാണ് ട്രൂ ലെങ്ത് കൊണ്ട് ഉദ്ദേശിച്ചത്. TL എന്നാണ് നമ്മൾ എഴുതുക. അപ്പൊ ഈ ട്രൂ ലെങ്ത് തന്നെയാണ് ഏതിലും കിട്ടുക? നമ്മുടെ ഫ്രണ്ട് വ്യൂവിലും കിട്ടുക, ടോപ്പ് വ്യൂവിലും കിട്ടുക. ക്ലിയർ ആയോ? ട്രൂ ലെങ്ത് തന്നെയാണ് ഫ്രണ്ട് വ്യൂവിലും കിട്ടുക, അതുപോലെ തന്നെ ടോപ്പ് വ്യൂവിലും കിട്ടുക. ക്ലിയർ ആയ ഇത്രയും? അപ്പൊ ഈ ലൈൻ എങ്ങനെ വന്നേന്നുള്ളത് മനസ്സിലായല്ലോ? എ 20 mm എബോവിലാണ്, അതിന്റെ പാരലാണ്. പാരലാകുമ്പോൾ ഇവിടെ 20 ആണെങ്കിൽ ഇവിടെ 20 തന്നെയായിരിക്കും. പാരലൽ എന്ന് പറയുന്നത് അതിനാണ്. അതായത് രണ്ട് ഭാഗത്തേക്കുള്ള ദൂരം സെയിം ആണ്. അതായത് ഈ ദൂരവും സെയിം ആണ്. അതുകൊണ്ടാണ് എ ബി എന്നുള്ള ലൈൻ ഏതിന് പാരലാന്ന് പറഞ്ഞത്? എച്ച് പിക്ക് പാരലാന്ന് പറഞ്ഞത്. ഇനി ഇവിടെ നമ്മൾ നോക്കുമ്പോൾ വി പി എന്നുള്ള പ്ലെയിനിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം, അതായത് ഈ പോയിന്റിൽ നിന്ന് ഇവിടം വരെ 10 mm ആണ്. അതേ ദൂരം തന്നെയായിരിക്കും ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടും ഉണ്ടാവുക. ക്ലിയർ ആയോ? അതുകൊണ്ടാണ് അത് എന്ത് പറയുന്നത്? വി പിക്ക് പാരലാന്ന് പറയുന്നത്. അപ്പൊ എച്ച് പിക്കും വി പിക്കും പാരലായിട്ട് വരുമ്പോൾ ലൈൻ ഇങ്ങനെയാണ് വരിക. ഇനി നമുക്ക് ഇതിന്റെ വരയ്ക്കണം അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ നമുക്ക് ഇതിന്റെ വരയ്ക്കണം. ആദ്യം എന്ത് വരയ്ക്കണം? നമ്മൾ XY ലൈൻ വരച്ചു. ഇനി എന്ത് ചെയ്യണം? നമ്മൾ അതിന്റെ ഫ്രണ്ട് വ്യൂ വരച്ചു. ഫ്രണ്ട് വ്യൂ അപ്പൊ എത്ര ദൂരെയാണ് വരയ്ക്കേണ്ടത്? XY ലൈനിൽ നിന്ന് എത്ര ദൂരെയാണ്? ഇതാണ് XY ലൈൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഇന്റർസെക്ഷൻ പോയിന്റിനാണ് നമ്മൾ XY ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇന്റർസെക്ഷൻ പോയിന്റിന് എത്ര ദൂരെയാണുള്ളത്? നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പ്ലെയിനിൽ നിന്ന്, ഇതാണല്ലോ ഈ പ്ലെയിനും ഇതും സെയിം അല്ലേ? ഒരേ ലൈൻ അല്ലേ? അപ്പൊ ഇവിടുന്ന് എത്ര ദൂരെയാണ് കൊടുത്തേക്കണേ? 20 mm. 20 mm മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു പ്രൊജക്ടേഴ്സ് വരച്ചു. 20 mm മുകളിൽ ഒരു പ്രൊജക്ടേഴ്സ്. അവിടെ നമ്മൾ എന്ത് കൊടുത്തു? എ ഡാഷ് എന്നുള്ള പേര് കൊടുത്തു. എ ഡാഷ്, ഈ എ ഡാഷിന്റെ പേര് കൊടുത്തു. 20 mm മുകളിൽ. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത് എന്ത് ചെയ്യണം? അതിന്റെ ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു, ഇവിടെ നമ്മൾ ഇതിന്റെ ഈ ഇവിടെ നമ്മൾ 10 mm എന്ന് പറഞ്ഞു. അതായത് ഈ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 10 mm പറഞ്ഞു. അപ്പൊ ഇവിടെ എത്രയായിരിക്കും അത്? അതായത് ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? അതും 10 mm ആയിരിക്കൂലേ ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത്? അതായത് ഇത് തമ്മിലുള്ള ഈ വി പി എന്ന് ഈ ലൈനിൽ വരെയൊക്കെ ഉള്ളത് 10 mm ആണ്. അതായത് ഈ വി പി എന്ന് ഈ ലൈൻ വരേക്ക് 10 mm ആണ്. അപ്പൊ അതിന് നമ്മൾ ടോപ്പ് വ്യൂ വരച്ചപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 10 mm ആയിരിക്കും. അപ്പൊ നമ്മൾ പോയിന്റ് പഠിച്ച സമയത്ത് ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ എൽ ഷേപ്പിലിരിക്കുന്ന പേപ്പറിൽ വരയ്ക്കാൻ പറ്റില്ല. അതിനെന്താ നമ്മൾ ചെയ്തത്? എന്ത് ചെയ്തു? എച്ച് പി എന്നുള്ള പ്ലെയിനിനെ നമ്മൾ എന്ത് ചെയ്തു?
90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. 90 ഡിഗ്രി ഇങ്ങനെ താഴേക്ക് റൊട്ടേറ്റ് ചെയ്തു. അപ്പൊ എന്താവുന്നത്? ഈ ലൈനിന് താഴേക്കാവുന്നത് അല്ലേ? അപ്പൊ താഴേക്ക് നമുക്ക് ഈ എ എന്നുള്ള പോയിന്റ് എങ്ങനെ കിട്ടും? എത്ര ഡിസ്റ്റൻസിലാണ് കിട്ടുക? അതായത് ഇവിടെ ഇത് 10 mm ആണ്. ഈ 10 mm എങ്ങനെ കിട്ടിയാൽ മനസ്സിലായല്ലോ? ഈ പ്ലെയിനിൽ നിന്ന് ഇങ്ങോട്ട് വരെയുള്ള ദൂരം 10 mm ആണ്. അത് ഇവിടെയും അത് 10 mm ആയിരിക്കും. അത് തന്നെയായിരിക്കും ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് അല്ലെ? 10 mm എന്ന് പറയുന്നത്. അപ്പൊ ഈ 10 mm ആണ്. ഈ 10 mm ആണ് ഇത് താഴേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഇവിടുന്ന് ഈ ഇതാണ് XY ലൈൻ എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതാണ് XY ലൈൻ. XY ലൈനിന്റെ താഴേക്ക് ഇപ്പൊ 10 mm ആയിരിക്കും. അപ്പൊ ഇവിടുന്ന് എത്രയായിരിക്കും കൊടുക്കണ്ടേ? 10 mm നമ്മൾ എ എന്നുള്ള ലൈൻ വരച്ചു. 10 mm ആണ് അതിന്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത്. 10 mm എ എന്നുള്ള പോയിന്റ് കിട്ടി. നമ്മൾ ടോപ്പ് വ്യൂവിന്റെ പോയിന്റ് കിട്ടി. ഇനി അടുത്തത് ബിയിലേക്ക് നമ്മൾ നോക്കാം. അപ്പൊ ബിന്റെ ഹൈറ്റ് എത്രയായിരിക്കും? HP എന്ന്, അതായത് XY ലൈനിന് മുകളിലേക്ക്, ഇതാണ് XY ലൈൻ, ഇതിന് മുകളിലേക്ക് ബിയുടെ ഹൈറ്റ് എത്രയായിരിക്കും? 20 തന്നെയായിരിക്കും. അപ്പൊ നമ്മൾ ഇനി 20 mm നമ്മൾ ബി എന്നുള്ള പോയിന്റ്. അതിനു മുന്നേ നമുക്കിനി എത്ര ദൂരത്തിൽ ഇത് അടയാളപ്പെടുത്തണം? അതായത് ഈ ലൈനിന്റെ ലെങ്ത് എത്രയാണ്? നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് എ ലൈൻ AB 40 mm ലോങ്. അതായത് രണ്ടും പാരലൽ ആയതുകൊണ്ട് ഇതിന്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും ഒരേ ലെങ്ത് തന്നെയായിരിക്കും. അതായത് ഒറിജിനൽ ലെങ്ത് എത്രയാണോ, അതായത് ട്രൂ ലെങ്ത് എത്രയാണോ അത് തന്നെയായിരിക്കും ഇതിന്റെ ഈ പ്രൊജക്ടേഴ്സ് വരച്ച് കിട്ടുമ്പോഴുള്ള ഫ്രണ്ട് വ്യൂവിന്റെയും ടോപ്പ് വ്യൂവിന്റെയും ലെങ്ത്. അപ്പൊ നമ്മളിവിടെ 40 mm ഡിസ്റ്റൻസ് ഇവിടെ എടുത്തു. 40 mm ഡിസ്റ്റൻസ്. ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മുടെ ബി ഡാഷ് എത്രയിൽ വന്നു? ഈ ബി ഡാഷ് എത്ര ഹൈറ്റ്? ഈ HP എത്ര ഹൈറ്റിലാണ്? 20 ഹൈറ്റില്. ഇനി ഇത് നമ്മൾ യോജിപ്പിച്ചതിൽ നമുക്ക് എന്ത് കിട്ടി? ഫ്രണ്ട് വ്യൂ നമുക്ക് കിട്ടി. ഇവിടെ നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടി. എത്രയാ ഡിസ്റ്റൻസ് ഫ്രണ്ട് വ്യൂവിന്റെ? 40 mm. ഓക്കെ, ഈ എ ഡാഷും ബി ഡാഷും കൂടി യോജിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫ്രണ്ട് വ്യൂ കിട്ടി. ഇനി ടോപ്പ് വ്യൂ കിട്ടാനോ നമ്മൾ എത്രയാണ്? ബി കിട്ടുന്ന പറഞ്ഞാൽ എത്രയാ? 10 mm ആണ് ഗ്യാപ്പ് അല്ലേ? അതായത് ഈ ഗ്യാപ്പ് 10 mm അല്ലേ പറഞ്ഞത്? അപ്പൊ 10 mm നമ്മൾ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഗ്യാപ്പ് 10 mm ആണ്. അപ്പൊ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ലൈനിന്റെ താഴേക്കാവും അത്. മനസ്സിലായി? റൊട്ടേറ്റ് ചെയ്യണ ആരും മറക്കരുത്, ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ആരും മറന്നു പോകരുത്. അപ്പൊ നമ്മൾ 10 mm റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ 10 mm താഴെ നമുക്ക് ബി എന്നുള്ളൊരു പോയിന്റ് കിട്ടി. നമുക്ക് ലെങ്ത് എത്രയാണ്? അതായത് ഇവിടുത്തെ ഈ ലെങ്ത് എത്രയാണ് നമുക്ക് കിട്ടുക? 40 mm ആണ് അല്ലെ? നമ്മുടെ ലൈനിന്റെ ലെങ്ത് നമ്മൾ കൊടുക്കുന്നത് 40 അല്ലേ? അപ്പൊ ആ 40 mm നമ്മളിവിടെ ഒരു ലൈൻ വരച്ചു. അതാണ് നമ്മുടെ എന്ത്? ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? അതായത് ലൈൻ പാരലൽ ടു ബോത്ത് HP ആൻഡ് VP ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ ഇങ്ങനെയാണ്. ഫ്രണ്ട് വ്യൂ മുകളിലും XY ലൈനിന്റെ താഴെ നമുക്ക് അതിന്റെ ടോപ്പ് വ്യൂവും കിട്ടും. അപ്പൊ ഈ ലൈൻ എങ്ങനെ കിടക്കുന്നു എന്നുള്ള മനസ്സിലായാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഒരിക്കലും മറന്നു പോകരുത്. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓടി വരണം. പാരലൽ ടു HP ആൻഡ് VP എന്ന് പറയുമ്പോൾ ഈ രീതിയിലായിരിക്കണം കിടക്കേണ്ടത്. ലൈൻ കിടക്കേണ്ടത് ഈ രീതിയിലായിരിക്കണം. ഈ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകരുത്. പാരലൽ ടു HP ആൻഡ് VP എന്ന് പറയുമ്പോൾ ഈ രീതിയിലായിരിക്കും കിടക്കുന്നത്. ഇനി എന്ത് ചെയ്യണം നമ്മള്? ഇനി നമ്മുടെ ലാസ്റ്റ് എല്ലാത്തിലും ചെയ്യുന്ന പോലെ നമ്മൾ സ്കെയിലും ഇതിന്റെ ഡയമെൻഷൻ നമ്മളിപ്പോൾ 40, 10, 20 എന്നൊക്കെ എഴുതിയിട്ടുള്ളൂ. അത് ഏത് യൂണിറ്റിൽ എഴുതിയേക്കണെന്ന് നമ്മൾ നോക്കണം അല്ലേ? അപ്പൊ അത് നമ്മളിവിടെ എഴുതി വെക്കണം. സ്കെയിൽ 1:1 ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ mm നമ്മൾ ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത്രയായി കഴിഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ ആൻസർ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാമിന് ചോദിക്കുന്ന സമയത്ത് ഇത് വരച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ മനസ്സിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൈഡിലോ അല്ലെങ്കിൽ ആൻസർ പേപ്പറിന്റെ ഒരു സൈഡിൽ നമ്മൾ റഫായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ. ഇത്രയും നിങ്ങൾ വരച്ചു നിങ്ങൾക്ക് എന്ത് കിട്ടി? അതിന്റെ ഫുൾ മാർക്കും നിങ്ങൾക്ക് കിട്ടും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഈ സ്ലൈഡിലുള്ള കാര്യങ്ങളെല്ലാം ഇപ്പൊ നമ്മൾ ഇതുവരെ 1 മുതൽ ഈ കണ്ട കാര്യങ്ങളെല്ലാം നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ, നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ എഴുതിയിട്ട് അതിന്റെ ആൻസർ നിങ്ങൾ ഈ രീതിയിൽ ഇത് വരച്ച് ചെയ്തു വെക്കുക. ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതായത് ഈ ഹെഡിങ്ങിന്റെ താഴെ ലൈൻ പാരലൽ ടു ബോത്ത് HP ആൻഡ് VP എന്നുള്ള ഹെഡിങ്ങിന് താഴെയായിട്ട് ഈ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ഒന്ന് സ്വന്തം ചെയ്തു നോക്കുക. ഓക്കെ, അതിനകത്ത് എന്തെങ്കിലും ഡൗട്ടുകൾ വരികയാണെങ്കിൽ എന്നെ ഒന്ന് വിളിച്ച് സംസാരിക്കാം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഒരു പ്രോബ്ലം ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.